കേരളത്തിൻ്റെ ശോചനീയമായ സ്ഥിതി മാറ്റി തിരുമനസ് ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന സമത്വ സുന്ദരമായ ഒരു കേരളം പടുത്തുയർത്തുവാൻ അങ്ങയുടെ രാജബുദ്ധിയിൽ ഞങ്ങൾക്ക് എന്ത് പോംവഴിയാണ് ഉപദേശിക്കുവാനുള്ളത്? തിരുമനസ് ഇതിനു മറുപടി അങ്ങ് പറഞ്ഞാലും രാജതന്ത്ര ബുദ്ധി തന്നെ പ്രയോഗിക്കണം. കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും നമ്മുടെ പ്രജകളുടെ ദുഃഖവും കണ്ടിട്ട് നാം അതീവ ദുഃഖിതനാണ്. ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുവാൻ ഒരു വാചകത്തിൽ കൂടി പറഞ്ഞാൽ അതൊരു അഭിനവ കേരളം എന്ന ഒരു സ്വപ്നമാണ്. നമ്മൾ ആ സ്വപ്നം എങ്ങനെ സാക്ഷാത്കരിക്കും? ചില ചെറിയ വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഒരു രൂപരേഖ മാത്രം. ഇത് പറഞ്ഞാലും തീരുകയില്ലാത്ത ഒരു വിഷയമായി മാറുകയാണ്. നിങ്ങൾ സമത്വസുന്ദരമായ ഒരു കേരളം കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പലതും ത്യജിക്കേണ്ടതുണ്ട്. ഒരു രാജഭരണം നമുക്ക് കണി കാണാനാവില്ല. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ഒന്നാമതായി രാഷ്ട്രീയം, ജാതി, മതവിദ്വേഷങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ ഇവയെല്ലാം ത്യജിച്ച് ഇവയ്ക്കൊന്നും അടിമപ്പെടാതെ ഉള്ള ഒരു ഭരണകൂടം നാം കെട്ടിപ്പടുക്കണം. എങ്ങനെയാവും? അതിനുള്ള പോംവഴി ഇതാ നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ തങ്ങളുടെ കർമ്മപദങ്ങൾ സ്വതന്ത്രരായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവർ ജനസമ്മതി നേടട്ടെ. തങ്ങളുടെ കർമ്മഫലങ്ങളും കർമ്മപരിപാടികളും പ്രത്യേക കാലയളവിനുള്ളിലാക്കി തീർക്കട്ടെ. അങ്ങനെ ആക്കി തീർക്കുമ്പോൾ അവർക്ക് ഉത്തരവാദിത്വ ബോധം കൂടുമ്പോൾ അവരെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുക. നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയും വേണ്ട, ഒരു ജാതിമതവും വേണ്ട, നമുക്ക് ഒരു സ്വാധീനവും വേണ്ട. എന്നാൽ നേതൃസ്ഥാനങ്ങളിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർ ഒരു വിധത്തിലുള്ള നീച പ്രവർത്തനത്തിനും അടിമയാകാൻ പാടില്ല. തങ്ങൾ ഏൽക്കുന്നതായ കർമ്മഫലങ്ങൾ കാലാകാലം സമയാസമയങ്ങളിൽ ചെയ്തു തീർക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്തു തീർക്കുന്ന വ്യക്തികളെ നമ്മൾ വിശ്വസ്തരം തണ്ണി അവർക്ക് അവസരോചിതമായ സ്ഥാനങ്ങളും മാനങ്ങളും നമ്മൾ നൽകും. ഇതിന് വീഴ്ച വരുത്തിയാലോ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. മാതൃകാപരമായി ശിക്ഷിക്കുക എന്നുള്ളത് അവരെ കഠിന ശിക്ഷ തന്നെ നൽകണം. നാം പറയുമ്പോൾ നാം ഭരിച്ചിരുന്ന കാലത്ത് അങ്ങനെ വളരെ ജീവിതം നടന്നിട്ടില്ല എങ്കിലും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാണ്, അവർക്കാർക്കും മരണശിക്ഷ കൊടുക്കരുത്. ഭരണപദത്തിൽ ഇരുന്ന് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന നേതാക്കൾക്ക് കഠിന ശിക്ഷ. ഉദാഹരണത്തിന് പാറമടകളിൽ ജോലി ചെയ്യുക, റോഡ് വെട്ടുക, കുളങ്ങളും കാലങ്ങളും വൃത്തിയാക്കുക, ഇങ്ങനെയുള്ള ജോലികൾ കൊടുക്കുമ്പോൾ അവർ തങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് പശ്ചാത്തപിക്കുവാനിടയാവും. അത് വരുംകാല തലമുറയ്ക്ക് ഒരു മാതൃകയായി തീരും. നേതൃസ്ഥാനങ്ങളിൽ ഞാൻ കയറിയാൽ നാളെ എന്ത് സംഭവിക്കും? ഞാൻ ഒരു മാതൃകാ പൗരനായി വേണം ഭരിക്കുവാൻ. ഇങ്ങനൊരു അവസ്ഥ കെട്ടിപ്പടുക്കുക ഒന്നാമതായി നാം ചെയ്യേണ്ടത്. തങ്ങൾ ഏൽക്കുന്നതായ ചുമതലകൾ കൃത്യനിഷ്ഠയോടെ ചെയ്യുവാൻ അവർ ബാധ്യസ്ഥരായി തീരും. വരുംകാല തലമുറയ്ക്ക് ഇതൊരു മാതൃകയായി തീരും. ഈ സമയം വേറൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കസേരകൾക്ക് വേണ്ടിയുള്ള വടംവലി പാടെ ഇല്ലാതാണ്. സമത്വസുന്ദരമായ ഒരു കേരളം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. അങ്ങനെ ആ കേരളത്തിൽ നിന്നും സമത്വസുന്ദരമായ ഒരു ഭാരത് നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. ഗ്രാമീണ തലത്തിൽ മുതൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഏത് പദത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് ജനങ്ങളെ നയിക്കുവാൻ പ്രബുദ്ധരായ നേതാക്കൾക്ക് സാധിക്കും എന്നുള്ളതാണ് നാം നമ്മുടെ രാജ്യബുദ്ധിയിൽ ആലോചിച്ചിട്ട് കിട്ടുന്നതായ ഒരു പോംവഴി. ഇത് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് അഭിനവ കേരളം എന്ന ഒരു സ്വപ്നമാണ്. ഈ സമയം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്ന വേറൊരു കാര്യം, നാം ഈ വിധത്തിൽ കൂടിയൊരു ഭരണകൂടം കെട്ടിപ്പടുത്താൽ സത്യം വെളിച്ചം കാണാൻ തുടങ്ങും. സത്യം വെളിച്ചം കാണുമ്പോൾ ഇരുൾ മാറിത്തരും. ആർഷഭാരത സംസ്കാരത്തിന്റെ പൂർവപിതാക്കൾ മഹർഷികൾ പാടിയിട്ടുള്ള ശാന്തി മന്ത്രം ഇതാ ഈ ഓണ ദിവസം നാം നിങ്ങൾക്ക് സന്ദേശമായി നൽകുന്നു. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ.